السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, റിയാദുസ് സ്വാലിഹീനിലെ അൽ ഇഖ്തിസാദ് ഫി ത്വാഅത്തി, വഴിപ്പാടിൽ മധ്യവർത്തി സ്വീകരിക്കുക എന്നതിന്റെ എന്ന അധ്യായത്തിലെ 9-ാമത്തെ ഹദീസ്. ആരാധനകളിൽ മധ്യനില സ്വീകരിക്കുക. ഒരുപാട് അമൽ ചെയ്ത് ക്ഷീണിക്കുകയോ തീരെ അമലില്ലാതെ ഒഴിഞ്ഞു മാറുകയോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. 9-ാമത്തെ ഹദീസ്, വൻ അബി മുഹമ്മദ് അബ്ദില്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമാ ഖാല, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മഹാനവറുകൾ പറയുന്നു, ഉഖബിറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയപ്പെട്ടു, അന്നീ യഖൂലു, നിശ്ചയമായും ഞാൻ പറയുന്നു, വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലാ അസൂമന്ന നഹാറ, പകലിൽ ഞാൻ നോമ്പനുഷ്ഠിക്കും, വലാ അഖൂമന്ന ലൈല, രാത്രിയിൽ ഞാൻ നിസ്കരിക്കും, മാഇഷ്തു, ഞാൻ ജീവിക്കുന്ന കാലത്തോളം, ഞാൻ ജീവിക്കുന്ന കാലമത്രയും പകല് നോമ്പും രാത്രി സുന്നത്ത് നിസ്കാരവുമായിട്ട് ജീവിക്കുമെന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, അൻതല്ലദീ തഖൂലു, അൻതാ, നീയാണോ, അല്ലദീ, ഒരുത്തൻ, തഖൂലു, നീ പറഞ്ഞിട്ടുണ്ട്, ദാലിക, അതിനെ, ഈ നിലക്ക് പറഞ്ഞവൻ നീയാണോ? ഫഖുൽതു ലഹു, ഞാൻ നബിയോട് പറഞ്ഞു, ഖദ് ഖുൽതുഹു, നബിയെ, തങ്ങൾ, ഞാൻ അതിനെ പറഞ്ഞിട്ടുണ്ട്, നബിയെ, ഞാൻ അതിനെ പറഞ്ഞിട്ടുണ്ട്, ബി അബി അൻത ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയും എന്റെ ഉപ്പയും തങ്ങൾക്ക് ബലിയാണ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. ഇങ്ങനെയുള്ള വാക്കുകൾ ബഹുമാനത്തിനുള്ള ആലങ്കാരിക പദമാണ്, ഭാഷയാണ്, സംസാരമാണ്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നക ലാ തസ്തതിഉ ദാലിക, തീർച്ചയായും നിനക്കതിന് സാധ്യമല്ല. ഫസുംനി, നോമ്പ് നോൽക്കുകയും വാഫ്തിർ, നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുക. നീ ഉറങ്ങുക, വഖും, നീ നിസ്കരിക്കുക. വസുംനി, നോമ്പ് നോൽക്കുക, മിനശ്ശഹരി, ഒരു മാസത്തിൽ നിന്ന്, സലാസത്ത അയ്യാമിൻ, 3 ദിവസം, ഫഇന്നൽ ഹസനതാൻ, നിശ്ചയമായിട്ടും നന്മകൾ, ബിഅശ്രി അംസാലിഹാ, അതിന്റെ 10 ഇരട്ടി കൊണ്ടാകുന്നു പ്രതിഫലം നൽകപ്പെടുന്നത്. അപ്പോൾ 3 നോമ്പിൽ നിന്ന് 3 10 അതൊരു മാസത്തിന്റെ നോമ്പായി. അങ്ങനെ എല്ലാ മാസവും നോറ്റാൽ ഉദാലിക മിസ്ലു സിയാമിദ് ദഹർ, അത് കാലാകാലവും കൊല്ലം മുഴുവനും നോമ്പ് നോൽക്കുന്നതിന്റെ പ്രതിഫലമാകുന്നു, ശ്രേഷ്ഠതയാകുന്നു. ഖുൽതു, ഞാൻ പറഞ്ഞു, ഫഇന്നി ഉതീഖു അഫ്ളല മിൻ ദാലിക, അതിനേക്കാളും ബഹുമാനമായിട്ട്, ശ്രേഷ്ഠമായിട്ട് എനിക്ക് സാധ്യമാകും, കൂടുതൽ എനിക്ക് കഴിയും. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫസും, നീ നോമ്പ് നോൽക്കുക, യൗമം, ഒരു ദിവസത്തെ, വഖ്തൻ, നീ നോമ്പ് ഒഴിവാക്കുക, യൗമൈനി, 2 ദിവസം. ഒരു ദിവസം നോമ്പുണ്ടായാൽ 2 ദിവസം നോമ്പില്ലാത്തൊരവസ്ഥ. ഖുൽതു, ഞാൻ പറഞ്ഞു, ഫഇന്നി ഉതീഖു അഫ്ളല മിൻ ദാലിക, അതിനേക്കാളും കൂടുതൽ ചെയ്യാൻ എന്നോട് കഴിയും. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫസും യൗമൻ, ഒരു ദിവസം നീ നോമ്പ് നോൽക്കുകയും, വഫ്തിർ യൗമൻ, ഒരു ദിവസം നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുക. ആദ്യം ഒരു ദിവസത്തെ നോമ്പ്, 2 ദിവസം നോമ്പില്ലാതെ, ഇപ്പോൾ ഒരു ദിവസം നോമ്പ്, ഒരു ദിവസം നോമ്പില്ലാതെ. അങ്ങനെ ഒരു ദിവസം നോമ്പ്, ഇടവിട്ടുള്ള നോമ്പുണ്ടല്ലോ, അത് സിയാമു ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പാകുന്നു. വഹുവ, അദ്ദേഹം, അഅ്ദലു സിയാമി,
ആ നോമ്പ് മഹാനവറുകളുടെ നോമ്പ് ഇങ്ങനെ നോമ്പ് നിൽക്കൽ ആ നോമ്പ് ആഴ്ദലുമിയാമി നോമ്പിൽ ഏറ്റവും ഉത്തമമായതാണ്. റിവായത്തിലുണ്ട് ഹുവാ നോമ്പ് നിൽക്കൽ അഫ്ദലു സിയാമി നോമ്പിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ്. ഫഖുൽതു അപ്പോൾ ഞാൻ പറഞ്ഞു ഫഇന്നി ഉതീഖു അഫ്ദല മിൻ ദാലിക അതിനേക്കാളും അഫ്ദലായിട്ട് എന്നോട് കഴിയും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞു ലാ അഫ്ദല മിൻ ദാലിക അതിനേക്കാളും അഫ്ദലില്ല. വല അൻ നഖൂല അകൂന ഞാൻ ആവൽ ഖബിൽതു സലാസത്തൽ അയ്യാം നേരത്തെ പറഞ്ഞ ആ 3 ദിവസത്തെ സ്വീകരിക്കലാവൽ. പിന്നീട് കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ മാറിയപ്പോൾ അദ്ദേഹം പറയുകയാണ് അന്ന് ഞാൻ ആ 3 ദിവസത്തെ നോമ്പ് സ്വീകരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു വലാൻ നകൂന ഞാനാവൽ ഖബിൽതു ഞാൻ സ്വീകരിക്കുന്നവനാവൽ സലാസത്തൽ അയ്യാം 3 ദിവസത്തെ നോമ്പ് അല്ലത്തി എങ്ങനെയുള്ള നോമ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് ആ 3 ദിവസം നോമ്പ് സ്വീകരിക്കാൻ. അത് സ്വീകരിക്കൽ അഹബ്ബു ഇലയ്യ മിൻ അഹ്ലി എന്റെ അഹ്ലിനേക്കാളും എന്റെ മാലിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. റിവായത്തിനുണ്ട് അലം മുഖ്ബിർ ഞാൻ പറഞ്ഞു തരട്ടെയോ അന്നക തസൂമുൻ നഹാറ അലം മുഖ്ബിർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അലം മുഖ്ബിർ എന്നോട് പറയപ്പെട്ടുവല്ലോ എന്നോട് വിവരം അറിയിച്ചുവല്ലോ അന്നക തസൂമു നീ നോമ്പ് നോൽക്കുന്നു അന്നഹാറ പകലിൽ വതസ്തഖുമുൽ ലൈല രാത്രിയിൽ നീ സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്യുന്നു. ഖുൽതു ഞാൻ പറഞ്ഞു ബലാ യാ റസൂലുള്ളാഹി റസൂലേ ഞാൻ തന്നെയാണ് ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫലാ തഫൽ നീ ചെയ്യണ്ട സുന്നി നോമ്പ് നോറ്റോ വഫ്തിർ നോമ്പ് ഒഴിവാക്കുകയും ചെയ്തോ വനം നീ നോമ്പ് ഉറങ്ങുകയും ഒപ്പം നീ നിസ്കരിക്കുകയും ചെയ്തോ ഫഇന്നലി ജസദിക ഹഖ നിന്റെ ശരീരത്തിന്റെ മേൽ നിനക്കൊരു കടമയുണ്ട്. വഇന്നലി ഐനൈക ഹഖ നിന്റെ 2 കണ്ണുകൾക്കൊരു കടമയുണ്ട്. അലൈക നിന്റെ മേൽ ഹഖുണ്ട്. വഇന്നലി സൗജിക ഹഖ നിന്റെ സൗജിന്റെ ഭാര്യയ്ക്കൊരു കടമയുണ്ട് നിന്റെ മേൽ. വഇന്നലി സൗരിക ഹഖ നിന്നെ സന്ദർശിക്കുന്നവർക്കൊരു കടമയുണ്ട്. വഇന്നബി ഹസ്ബിക തീർച്ചയായിട്ട് നിനക്ക് മതി അന്തസുമാനി നോമ്പ് നോൽക്കൽ ഫീ കുല്ലി ശൈരിൻ എല്ലാ മാസത്തിലും സലാസത്ത അയ്യാം 3 ദിവസം. ഫഇന്നലകാൻ ക്ഷയമായിട്ട് നിനക്കുണ്ട് ബികുല്ലി ഹസനത്തിൻ എല്ലാ ഓരോ നന്മകൾക്കും അശറ അംസാലിഹാ അതിന്റെ 10 ഇരട്ടി പ്രതിഫലമുണ്ട്. അങ്ങനെ ഒരു മാസത്തിൽ 3 നോമ്പ് നോറ്റാൽ ഫഇന്ന ദാലിക ക്ഷയമായിട്ടും അത് സിയാമുദ്ദഹ്രി കലാകാലം നോമ്പ് നോൽക്കുന്നതിന് തുല്യമാണ്. ഫശദത്തു ഞാൻ മിതത്വം പാലിക്കാതെ ശക്തിയാക്കി. ഫശുദ്ദിദ അലയ്യ അങ്ങനെ എന്റെ മേൽ എനിക്കത് പ്രയാസമായി. ഞാനത് നീക്കാളൊക്കെ സാധ്യമാകും എന്ന് പറഞ്ഞ് ഏറ്റെടുത്തപ്പോൾ പിന്നീട് എനിക്കത് പ്രയാസമായി. ഖുൽതു ഞാൻ പറഞ്ഞു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ഇന്നി അജിദു ഖുവ്വതൻ ഞാൻ ശക്തിയെ എത്തിക്കുന്നു. ഖാല അങ്ങനെ ശക്തിയുണ്ടെന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു സുംസിയാമൻ നബിയില്ലാഹി ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ നോമ്പിനെ നോറ്റോ വലാ തസിദ് അലൈഹി അതിനേക്കാളും നീ ആസ്തിയാക്കണ്ട. ഖുൽതു ഞാൻ പറഞ്ഞു മാക്കാന ഞാൻ ചോദിച്ചു മാക്കാന സിയാമു ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ നോമ്പ് എങ്ങനെയായിരുന്നു? ഖാല മഹാന റസൂലുള്ളാഹി പറഞ്ഞു നസ്സുദ്ദഹ്രി കൊല്ലത്തിന്റെ പകുതിയാണ്. ഒരു ദിവസം നോമ്പ് ഒരു ദിവസം നോമ്പില്ല, അങ്ങനെ പകുതിയാണ്. കാന അബ്ദുല്ലാഹി അബ്ദുല്ലാഹി യഖൂലു പറയുമായിരുന്നു ബഅദമാ കബീറ അദ്ദേഹത്തിന് വയസ്സായതിനു ശേഷം യാ ലൈതനി ഖബിൽതു റുഖ്സത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ റുഖ്സ ഞാനന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ എന്നിങ്ങനെ പറയുമായിരുന്നു. റസൂലുള്ളാഹിന്റെ റുഖ്സ ഞാനന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് പറയുമായിരുന്നു. റിവായത്തിലുണ്ട് അലം മുഖ്ബിർ എന്നോട് പറയപ്പെട്ടുവല്ലോ പറയപ്പെട്ടില്ലായോ അന്നക തസൂമുദ്ദഹറ നീ കലാകാലം നോമ്പ് നോൽക്കും. തഖറഉൽ ഖുർആന ഖുർആൻ ഓതും കുല്ല ലൈലത്തിൻ എല്ലാ രാത്രിയും ഖുർആൻ ഓതുക നമസ്കരിക്കുക. ഫഖുൽതു അപ്പോൾ ഞാൻ പറഞ്ഞു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ വലം ഉരിദ് ബിദാലിക ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല ഇല്ലൽ ഖൈറ ഖൈറല്ലാതെ
ഖാല റസൂലുള്ളാഹി പറഞ്ഞു വസുന്നി നോമ്പ് നിൽക്കുക സോമ നബിയില്ലാഹി ദാവൂദ് അലൈഹിസ്സലാം ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പിനെ ഫൈനോക്ഷയമായിട്ടും ആ നോമ്പ് ഫൈനഹു ദാവൂദ് നബി അലൈഹിസ്സലാം കാന അഅബദൻ നാസി ജനങ്ങളിൽ ഏറ്റവും ഇബാദത്ത് ചെയ്യുന്നവനാണ് വഖറയിൽ ഖുർആന ഖുർആനി ഓതുക ബികുല്ലി ഷൈഇൻ എല്ലാ മാസത്തിലും ഒരു മാസത്തിൽ ഒരു ഖത്മ പൂർത്തിയാക്കുന്ന നിലക്കുള്ള ഓത്ത് ഞാൻ പറഞ്ഞു യാ നബി അല്ലാഹുവിന്റെ നബിയെ ഇന്നി ഉതീഖു അഫ്ളല മിൻ ദാലിക അതിനേക്കാളും അഫ്ളലായിട്ട് എനിക്ക് സാധ്യമാകും ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വഖറഹു ഖുർആനി ഓദിക്കുക ബികുല്ലി ഷൈഇൻ 20 ദിവസത്തിലും ഞാൻ പറഞ്ഞു യാ നബി അല്ലാഹുവിന്റെ നബിയെ ഇന്നി ഉതീഖു എനിക്ക് കഴിയും അഫ്ളല മിൻ ദാലിക അതിനേക്കാളും അഫ്ളലായിട്ട് ശ്രേഷ്ഠമായിട്ട് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫഖറഹു യാ ഖുർആൻ ഓതുക ബികുല്ലി ഷൈഇൻ 10 ദിവസത്തിലും ഞാൻ പറഞ്ഞു യാ നബി അല്ലാഹുവിന്റെ നബിയെ ഇന്നി ഉതീഖു അഫ്ളല മിൻ ദാലിക അതിനേക്കാളും അഫ്ളലായിട്ട് എന്നോട് കഴിയും ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വഖറഹു ഫീ സബീൻ 7 നീ ഓതണം 7 ദിവസത്തിൽ ഒരു ആഴ്ചയിൽ ഒരു ഖത്മ വലാ തസിദ് അലാ ദാലിക അതിനേക്കാളും നീ ആസിയാക്കണ്ട ഫശദത്തു ഞാൻ മിതത്വം പാലിക്കാത്തത് കൊണ്ട് ഞാൻ ശക്തിയാക്കി ഫശുദ്ദിദാലിയ എന്റെ മേൽ പ്രയാസം ഉണ്ടാകുകയും ചെയ്തു അവസാന വയസ്സായപ്പോൾ وقال للنبي صلى الله عليه وسلم എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്നക ലാ തദ്രി നിനക്കറിയില്ല ലഅല്ലക യതൂലു ബിക ഉംറിൻ കൊണ്ട് വയസ്സ് നീണ്ടേക്കാം അങ്ങനെ വയസ്സ് നീളുന്ന കാലത്ത് എനിക്ക് ചെയ്യാൻ കഴിയാതെ പോയേക്കാം അല്ലാഹു തആലക്ക് വളരെ തൃപ്തിയുള്ളത് നിത്യമായി ചെയ്യുന്ന അമലാണ് ഖാല അദ്ദേഹം പറഞ്ഞു വസർതു ഞാനായി ലല്ലദി ഖാല ലി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ എത്തി വയസ്സിലേക്ക് ഞാൻ എത്തി വലമ്മാ കബിർതു എനിക്ക് വയസ്സായപ്പോൾ വദിത്തു ഞാൻ ആഗ്രഹിച്ചു അന്നി കുന്തു ഖബിൽതു ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റുഖ്സയ റിവായത്തിലുണ്ട് ഇന്നലി വലദിക്കാൻ എന്റെ മക്കൾക്കുണ്ട് അലൈക്കാൻ എന്റെ മേൽ ഹക്ക കടമയുണ്ട് ഇതുവരെ മക്കൾക്ക് കടമയുണ്ട് എന്ന വാക്ക് പറഞ്ഞിട്ടില്ല അതും കൂടെ ഉണ്ട് മറ്റൊരു മറ്റൊരു റിവായത്തിലുണ്ട് ലാ സോമ മൻ സോമദ്ദൽ അബദ കലാകാരൻ നോമ്പ് നിൽക്കുന്നവൻ യഥാർത്ഥത്തിൽ നോമ്പുകാരൻ തന്നെയല്ല അപ്പോൾ ഒരു ദിവസം നോമ്പ് മറ്റൊരു ദിവസം നോമ്പില്ലാതെ അങ്ങനെയാണ് സുന്നത്തിന്റെ അവസ്ഥ ഇതിന് 3 വട്ടം റസൂലുള്ളാഹി പറഞ്ഞു ലാ സോമ മൻ സോമ ലാ സോമ മൻ സോമ ഇങ്ങനെ 3 വട്ടം അല്ലബദ റിവായത്തിലുണ്ട് ഹബ്ബു സിയാമി ഇലല്ലാഹി തആല അല്ലാഹു തആലയിലേക്ക് നോമ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിയാമു ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പാണ് വഅബു സ്വലാത്തി നിസ്കാരത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇലല്ലാഹി അല്ലാഹു തആലയിലേക്ക് സ്വലാത്തു ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നിസ്കാരമാണ് കാന യനാമു നിസ്ഫൽ ലൈലി രാത്രിയുടെ പകുതി അദ്ദേഹം ഉറങ്ങുകയും യഖൂമു സുലുസു സംസ്കരിക്കുകയും ചെയ്യും വയനാമു സുദുസുഹു 1 ഉറങ്ങുകയും കാന യസൂമു യൗമൻ ഒരു ദിവസം നോമ്പ് നോൽക്കും യഫ്തിറും ഒരു ദിവസം നോമ്പില്ലാതെയാകും വലാ യഫിറു ഇല്ലാ ലഖാ വലാ യഫിറു അദ്ദേഹം ഓടുകയില്ലായിരുന്നു ഇദാ ലഖാ ശത്രുക്കളുമായി കണ്ടുമുട്ടിയാൽ ശത്രുക്കളുമായി കണ്ടുമുട്ടുന്ന യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന വലിയ കുറ്റമാണ് അത് ചെയ്യാറില്ല ഫീരിവായത്തിന് മറ്റൊരു റിപ്പോർട്ടിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മഹാനായ അംർ ഇബ്നു ലാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എനിക്ക് എന്റെ വാപ്പ ഒരു ഇമ്രാത്തിനെ ഒരു പെണ്ണിനെ വിവാഹം ചെയ്തു തന്നു നല്ല കുലീന കുടുംബത്തിൽപ്പെട്ട നല്ല തറവാടുള്ള കുടുംബത്തിൽപ്പെട്ട വാപ്പയായിരുന്നു ശ്രദ്ധിക്കുന്നവരായിരുന്നു കന്നത്തഹു തന്റെ മരുമകളെ ഐ ഇമ്രാത്തവലദിഹി തന്റെ കുട്ടിയുടെ ഭാര്യയെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഫയസ്സലുഹ അങ്ങനെ ആ കുട്ടിയോട് ഭാര്യയോട് പാപ്പ ചോദിക്കും അവളുടെ ഭർത്താവിനെ കുറിച്ച് ഫതഖൂലു ലഹു അപ്പോൾ ഭാര്യ ഉപ്പായോട് പറയും
വളരെ നല്ല മനുഷ്യനാണ്, വളരെ നല്ല മനുഷ്യനാണ് ഭർത്താവ്. പക്ഷേ ലം യത്ലനാ ഫിറാശ, ഞങ്ങളുടെ വിരിപ്പിൽ അദ്ദേഹം ഇതുവരെ ചവിട്ടിയിട്ടില്ല. വലം യുഫ്തിഷ് ലനാ കനഫാ, ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നെത്തിയത് മുതൽ എന്റെ മറ അദ്ദേഹം നീക്കിയിട്ടുമില്ല. വലം യുഫ്തിഷ്, നീക്കിയിട്ടില്ല. ലനാ, ഞങ്ങൾക്കുള്ള കനഫ, മറയെ. മുന്തു അത്തീനാഹു, ഞങ്ങൾ അദ്ദേഹത്തിന്റെ അരികെ, ഞാൻ അദ്ദേഹത്തിന്റെ അരികെ ചെന്നത് മുതൽ. ഭാര്യ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഫലമാ തോലതാലിക്കാതങ്ങ് നീണ്ടപ്പോൾ അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ, ആ അവസ്ഥയുടെ മേലിങ്ങ് നീണ്ടപ്പോൾ ദക്കറതാലിക്ക, അതിനെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽഹഖനി ബിഹി, നിങ്ങൾ അദ്ദേഹത്തെ എന്നിലേക്ക് ചേർക്കുക. ഫലഖീതുഹു ബഅദു, അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടെത്തിച്ചു. ഫഖാല, അപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹി ചോദിച്ചു, കൈഫ തസൂമു, എങ്ങനെയാണ് നോമ്പ് നോൽക്കുന്നത് എന്ന് ചോദിച്ചു. എങ്ങനെയാണ് നോമ്പ് നോൽക്കുന്നത്? ഖുൽതു, ഞാൻ പറഞ്ഞു, കുല്ലയൗം, എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്നുണ്ട്. എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറെ കാലം കഴിഞ്ഞ് പിന്നീട് പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംഭവം പറഞ്ഞു. അവിടുന്ന് ചോദിച്ചു, മകനെ ഞാനുമായിട്ടൊന്ന് ഒരുമിച്ച് കൂട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കണ്ടുമുട്ടിയപ്പോൾ, നീ വ്രതമനുഷ്ഠിക്കുന്നത് എങ്ങനെയാണെന്ന് റസൂലുള്ളാഹി ചോദിച്ചു. ഖാല വഖൈഫ തഖ്തിമൂനി, എങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാറുള്ളത്, ഖത്മ പൂർത്തീകരിക്കാറുള്ളത്? ഖുൽതു, ഞാൻ പറഞ്ഞു, കുല്ലലൈൽ, എല്ലാ രാത്രിയിലും ഒരു ഖത്മ പൂർത്തീകരിക്കും. വദക്കറ നഹവ മാ സബഖ, പിന്നീട് നേരത്തെ പറഞ്ഞ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. വകാന യഖറഉ അലാ അഹ്ലി ബൈതിഹി, തന്റെ അഹ്ലി ബൈത്തിൽ നിന്ന് ചിലരുടെ മേൽ അദ്ദേഹം ഓതാറുണ്ട്. അസ്സബ്അ അല്ലദീ യഖറഉഹു, അദ്ദേഹം ഓതാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗം, യഅരിളുഹു, അതിനെ വെളിവാക്കി കൊടുക്കും. മിനൻ നഹാരി, പകലിൽ, ലിയകൂന ലികൗനി അഖഫ അലൈഹി, അദ്ദേഹത്തിന് അഖഫാവാൻ വേണ്ടി, കുടുംബങ്ങൾക്ക് പകലിൽ അത് വെളിവാക്കും, അത് ഓതിക്കൊടുക്കും. എന്തിന്? രാത്രിയിൽ, ബില്ലൈലി, രാത്രിയിൽ അദ്ദേഹത്തിന് അത് ലഘുവാവാൻ വേണ്ടിയിട്ട്, അദ്ദേഹം മറക്കാതിരിക്കാൻ വേണ്ടി, വിഷമം കൂടാതെ ഓതാൻ വേണ്ടിയിട്ട്. വൈദാ അറാദ യതഖവ്വാ, അദ്ദേഹം ഉദ്ദേശിച്ചാൽ ആരോഗ്യം വീണ്ടെത്തിക്കാൻ, ശക്തി എടുക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചാൽ അഫ്തറയ്യാമും, കുറച്ച് ദിവസം അദ്ദേഹം നോമ്പൊഴിവാക്കും. എന്നിട്ട് അദ്ദേഹം ആ ദിവസത്തെ അവൻ മഹാനവറുകൾ സ്വഹാബി വര്യൻ കണക്കാക്കുകയും ചെയ്യും. ഉസാമ മിസ്ലുഹുന്ന, അതിന്റെ മിസ്ൽ അദ്ദേഹം നോമ്പ് നോൽക്കും. തങ്ങളുമായി വിട്ടേ പിരിയുമ്പോഴുള്ള നിലയിൽ മാറ്റം വരുത്താൻ ഇഷ്ടപ്പെടുത്താത്തത് കൊണ്ടായിരുന്നു അത് ചെയ്യുന്നത്. കറാഹിയത്ത, വെറുത്തത് കൊണ്ട്, ഇഷ്ടപ്പെടാത്തത് കൊണ്ട്. അയ്യത്തുറക്ക ഷൈഅൻ, ഒന്നിനെയും ഒഴിവാക്കൽ. ഫാറഖാലിഹിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ നിലയിലാണ് വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. കുല്ലു ഹാദിഹി, ഇവകൾ മുഴുവനും, ഹാദിഹി റിവായത്തി, റിവായത്തുകൾ മുഴുവനും സഹിയ്യത്തുൻ, സഹിയാകുന്നു. മുഅ്ളമുഹ, അതിൽ ഏറ്റവും മുഖ്യമായ ഭാഗം, പ്രധാന ഭാഗം, ഫി സ്വഹീഹൈനി, സ്വഹീഹയിൽ വിശദീകരിക്കുന്നുണ്ട്. വഖലീലും മിൻഹാ, അവയിൽ നിന്ന് അല്പം വിശദീകരിക്കുന്നുണ്ട്, ചിലതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഫി അഹദിഹിമാ, ബുഖാരിയിലോ മുസ്ലിമിലോ രണ്ടാൽ ഒന്നിൽ. കുല്ലു ഹാദി റിവായത്തി, റിവായത്തുകൾ മുഴുവനും സ്വഹീഹത്തുൻ, സഹീഹാണ്. മുഅ്ളമുഹാ, അതിൽ മുഖ്യമായിട്ടുള്ളത് ഫി സ്വഹീഹൈനി, രണ്ട് സ്വഹീൽ വിശദീകരിക്കുന്നുണ്ട്. ഖലീലും മിൻഹാ, അല്പം, ഫി അഹദിഹിമാ, രണ്ടാൽ ഒന്നിൽ വിശദീകരിക്കുന്നുണ്ട്.
അൽഹംദുലില്ലാ, അല്ലാഹു തആല നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.